ഇന്നലകൾ ഇന്ന് ബ്രോട്ട് യു ഇൻ അസോസിയേഷൻ വിത്ത് SK ഹോസ്പിറ്റൽ. ഇന്ന് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ സ്മൃതി ദിനം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്ഥാപകൻ. ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് സമന്വയത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകിയ നേതാവ്. 1925 രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിച്ച ക്രാന്തദർശി. ചെറുപ്പകാലത്ത് തന്നെ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹം നാഗ്പൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ പേരിൽ 1921 ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അദ്ദേഹത്തെ 1 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ബ്രിട്ടനെ ആക്രമിച്ച് ഭരിക്കുവാനോ അധീനമാക്കുവാനോ ഞങ്ങൾക്ക് തെല്ലും ഉദ്ദേശ്യമില്ല. മാതൃഭൂമിയിൽ സ്വയം ഭരണം നടത്താൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് നേടുന്നതുവരെ ശാന്തമായി അടങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം നീതിക്കോ നിയമത്തിനോ എതിരാണോ? നിയമം നിൽക്കുന്നത് നീതിയെ നശിപ്പിക്കാനല്ല, നടപ്പിലാക്കാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതായിരിക്കണം നിയമത്തിന്റെ പ്രധാന ഉദ്ദേശ്യവും. നാഗ്പൂരിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പ്രസംഗിച്ചതിന് വിചാരണ ചെയ്യപ്പെട്ട ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവർ കോടതിയിൽ നടത്തിയ വിശദീകരണ പ്രസംഗത്തിൽ നിന്നുള്ള ചില വരികളാണിവ. പ്രസംഗത്തെക്കാൾ രാജ്യദ്രോഹമാണ് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലമെന്നും അതിലും കടുത്തതാണ് വിചാരണാവേളയിൽ നടത്തിയ പ്രസംഗമെന്നും വിധിച്ചാണ് ജഡ്ജി ഹെഡ്ഗേവാറിനെ 1 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചത്. സംഘം സ്ഥാപിച്ചതിനു ശേഷവും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. 1930 നിയമലംഘന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വനസത്യാഗ്രഹം നടത്തി അദ്ദേഹം വീണ്ടും ജയിൽവാസം അനുഷ്ഠിച്ചു. എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉയർന്നു വന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചാലും ഭാരതം വീണ്ടും അടിമത്തത്തിൽ അകപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ കേശവ് ബലിറാം ഹെഡ്ഗേവർ എന്ന ഡോക്ടർ ജി 1925 സെപ്റ്റംബർ 27 നാഗ്പൂരിലെ മോഹിദേവാഡയിലെ മൈതാനത്ത് ആദ്യത്തെ ശാഖയ്ക്ക് തുടക്കമിട്ടു. കേവലം കൗമാരക്കാരായ വിരലിലെണ്ണാവുന്നവരെ പങ്കെടുപ്പിച്ചു തുടങ്ങിയ സംഘടന ഇന്ന് രാജ്യമെങ്ങും വളർന്ന് പന്തലിച്ചു എന്നത് ഡോക്ടർ ജിയുടെ ദീർഘവീക്ഷണം എത്രത്തോളമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സാമൂഹികവും മാനുഷികവും രാഷ്ട്രീയവുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവിരാമമായി പ്രവർത്തിച്ച അദ്ദേഹം സ്വാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് സംഘം സ്ഥാപിച്ചത്. അതിന്റെ എല്ലാ ഘടകങ്ങളിലും ദേശീയത ഇണക്കിച്ചേർക്കാൻ അദ്ദേഹം യത്നിച്ചു. തന്റെ അഭാവത്തിലും യാതൊരു പരിക്കുമേൽക്കാതെ മുന്നോട്ടു പോകുന്ന വിധത്തിൽ കുറ്റമറ്റതായി സംഘത്തെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1946 ജൂൺ 21 ഡോക്ടർ ജി ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ആദർശനിഷ്ഠയോടെ മുന്നേറുന്നവരുടെ ഹൃദയങ്ങളിൽ ആവേശത്തിന്റെ പ്രേരണാസ്രോതസ്സായി ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവർ എന്ന ഡോക്ടർ ജി ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് ബ്രോട്ട് യു ഇൻ അസോസിയേഷൻ വിത്ത് SK ഹോസ്പിറ്റൽ.